we discuss about the properties or characteristics required for good penetrance. First of all, the characteristics of good penetrance. First one is it should spread easily over the surface being inspected. അതായത് നമ്മൾ പെനട്രൻറ്റ് ഒരു സർഫസിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അത് ഈസി ആയിട്ട് സ്പ്രെഡ് ചെയ്യണം. എന്ന് വെച്ചാൽ ഭയങ്കര വിസ്കോസിറ്റി കൂടിയൊരു പെനട്രൻ്റ് ആണ്, അത് വളരെ പതുക്കെയാണ് പോകുന്നതെങ്കിൽ അത് നമുക്ക് ശരിയല്ല, നമുക്കത് യൂസ് ചെയ്യാൻ സാധിക്കില്ല. സോ അത് ഈസി ആയിട്ട് അത് സ്പ്രെഡ് ചെയ്യണം. ഇറ്റ് ഷുഡ് ബി ഈസിലി ഡ്രോൺ ഇൻ ടു ഡിസ്കണ്ടിന്യൂറ്റീസ് ബൈ കാപ്പിലറി ആക്ഷൻ. അതായത് കാപ്പിലറി ആക്ഷനിലൂടെ വളരെ ഈസി ആയിട്ട് വളരെ മൈന്യൂട്ടായിട്ടുള്ള ക്രാക്സിലേക്ക് വരെ ഇറങ്ങി ചെല്ലാൻ പറ്റുന്ന ടൈപ്പുള്ള പെനട്രൻ്റ് ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി അത് ക്രാക്കിനകത്തേക്ക് അത് ഇറങ്ങാൻ സാധിക്കാത്ത ടൈപ്പ് പെനട്രൻ്റ് ആണെങ്കിൽ നമുക്കത് എൽ പിയിൽ യൂസ് ചെയ്യാൻ സാധിക്കില്ല. ഇറ്റ് ഷുഡ് നോട്ട് ബി ഹാംഫുൾ ടു ദ ഇൻസ്പെക്ടർ ഓർ ടു ബി ദ മെറ്റീരിയൽ. അപ്പോൾ മെറ്റീരിയലിന് ഏതെങ്കിലും തരത്തിൽ കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാകാൻ പാടില്ല, അതുപോലെ തന്നെ ഇൻസ്പെക്ടർക്കും ഹാംഫുൾ ആകാൻ പാടില്ല. ഇറ്റ് ഷുഡ് റിമെയിൻ വെൽ ഇൻസൈഡ് ദ ഡിഫക്ട്സ് ബട്ട് ഇറ്റ് ഷുഡ് ബി ഈസിയർ ടു റിമൂവ് ഫ്രം ദ സർഫസ് ബീങ് ടെസ്റ്റഡ്. അതായത് ഡിഫക്റ്റിനകത്തേക്ക് ഈസി ആയിട്ട് കയറി അതിനെ തിരിക്കാൻ സാധിക്കണം. അതുപോലെ തന്നെ ഡെവലപ്പർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഡെവലപ്പറിലേക്ക് അബ്സോർബ് ചെയ്യുകയും ചെയ്യണം. അപ്പം അത്തരത്തിൽ ഉള്ള പെനട്രൻ്റ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇറ്റ് ഷുഡ് പോസസ് ഹൈ ഇൻഡിക്കേറ്റിംഗ് കപ്പാസിറ്റി. അതായത് ഇപ്പം നമ്മൾ റെഡ് കളർ എന്ന് പറഞ്ഞല്ലോ, അപ്പം നമുക്ക് എവിടെയൊക്കെയാണോ ആ പെനട്രൻ്റ് അബ്സോർബ് ചെയ്യുന്ന ആ പോർഷൻ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന രീതിയിലൊരു ഇൻഡിക്കേഷൻ തരാൻ കഴിയുന്ന പെനട്രൻ്റ് ആയിരിക്കണം. ഇറ്റ് ഷുഡ് ബി നോൺ ഫ്ലെയിമബിൾ ആൻഡ് നോൺ ടോക്സിക് ആയിരിക്കണം. ഇറ്റ് ഷുഡ് പോസസ് ലെസ് ഡ്വെൽ ടൈം എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് ക്രാക്കിനകത്തേക്ക് ഇറങ്ങണം. ഡ്വെൽ ടൈം കുറയണം, കാരണം എങ്കിലേ നമുക്ക് വളരെ സ്പീഡിൽ ടെസ്റ്റിംഗ് നടത്താൻ പറ്റൂ. ഡെൽ ടൈം കൂടുന്തോറും നമുക്ക് അത്രയും സമയം പെനട്രൻ്റ് അപ്ലൈ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വരും. സോ ഡെൽ ടൈം കുറഞ്ഞിരിക്കുന്നതായിരിക്കും മോർ സ്യൂട്ടബിൾ. ഇറ്റ് ഷുഡ് നോട്ട് അഫക്റ്റ് ദ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ദ ടെസ്റ്റിംഗ് മെറ്റീരിയൽസ്. അതായത് ടെസ്റ്റിംഗ് മെറ്റീരിയലിൻ്റെ ഫിസിക്കൽ അല്ലെങ്കിൽ അതിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസിനെ ബാധിക്കുന്നതാകരുത്. ഇറ്റ് ഷുഡ് ബി കൊഹസീവ്, അഡ്ഹസീവ് ആൻഡ് റിലേറ്റീവ്ലി ലോ ഇൻ കോസ്റ്റ്. കൊഹസീവ് നേച്ചർ അതിനുണ്ടാകണം, അഡ്ഹസീവ് നേച്ചർ ഉണ്ടാകണം. ഇനി അതുപോലെ കെമിക്കൽ സ്റ്റെബിലിറ്റി ആയിരിക്കണം. ഹൈ ഡിഗ്രി ഓഫ് വെറ്റബിലിറ്റി, സർഫസിനെ പെട്ടെന്ന് വെറ്റ് ചെയ്യാൻ സാധിക്കണം. അതുപോലെ ക്വിക്ക് ആൻഡ് കംപ്ലീറ്റ് പെനട്രബിലിറ്റി, ലോ വിസ്കോസിറ്റി ആയിരിക്കണം. സഫിഷ്യൻറ്റ് ബ്രൈറ്റ്നസ്, കെമിക്കൽ ഇനർട്ട്നെസ് ആയിരിക്കണം. ലോ ടോക്സിസിറ്റി ആയിരിക്കണം. അപ്പോൾ ഇതെല്ലാം അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അപ്പോൾ ഇത്രയും ഈ ഒരു രീതിയിലുള്ള ഗുണങ്ങളുള്ള പെനട്രൻ്റ് ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ പ്രോപ്പർട്ടീസ് ഓഫ് ഗുഡ് പെനട്രൻറ്റ്. ഒരു നല്ല പെനട്രൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, വെറ്റിംഗ് എബിലിറ്റി, സ്പെസിഫിക് ഗ്രാവിറ്റി, വോളറ്റിലിറ്റി, കെമിക്കൽ ആക്ടിവിറ്റി, സോലബിലിറ്റി, സോൾവെൻറ്റ് എബിലിറ്റി, കാപ്പിലറിറ്റി, ഹെൽത്ത് ഹസാർഡ്, ടോളറൻസ് ടു കണ്ടാമിനൻസ്, ഫ്ലെമബിലിറ്റി, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, അവൈലബിലിറ്റി ആൻഡ് കോസ്റ്റ്. ഇതെല്ലാം അതിൻ്റെ ഗുഡ് പെനട്രൻ്റെ പ്രോപ്പർട്ടീസാണ്. നമുക്ക് നോക്കാം. ആദ്യം വെറ്റിംഗ് എബിലിറ്റി അല്ലെങ്കിൽ സർഫസ് വെറ്റിംഗ് കേപ്പബിലിറ്റി എന്ന് പറയുമ്പോൾ ആ പേരിൽ തന്നെയുണ്ട് എത്ര പെട്ടെന്ന് സർഫസിനെ വെറ്റ് ചെയ്യാൻ സാധിക്കുന്നു. നമുക്ക് ആവശ്യം പെനട്രൻ്റ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിന് സർഫസിനെ പെട്ടെന്ന് വെറ്റ് ചെയ്ത് ക്രാക്കിനകത്തേക്ക് പെട്ടെന്ന് ഇറങ്ങി ചെല്ലാൻ സാധിക്കണം. അങ്ങനെയുള്ള പെനട്രൻ്റാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. സോ വെറ്റബിലിറ്റി, ഓൾസോ നോൺ ആസ് സർഫസ് വെറ്റിംഗ് കേപ്പബിലിറ്റി, ഈസ് ദ എബിലിറ്റി ഓഫ് ദ പെനട്രൻറ്റ് ടു ഫ്രീലി വെറ്റ് ദ സർഫസ് ഓഫ് ദ ഒബ്ജക്റ്റ് ബീങ് ഇൻസ്പെക്റ്റഡ്. അപ്പം എത്ര പെട്ടെന്ന് ആ സർഫസ് വെറ്റ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ആസ് ദ ലിക്വിഡ് സോളിഡ് surface interface, if the adhesive force are stronger than the cohesive force, then wetting of the surface occurs. അപ്പോൾ അവിടെ ഈ കൊഹസീവ് നേച്ചറിനെക്കാളും അഡ്ഹസീവ് നേച്ചർ സ്ട്രോങ്. അതായത് അഡ്ഹസീവ് നേച്ചർ എന്ന് പറയുമ്പോൾ രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള മോളിക്യൂൾസ് തമ്മിലുള്ള ഒരു ബോണ്ടിങ്, ആ ഒരു നേച്ചർ കൂടുതലാണ് എങ്കിൽ അവിടെ വെറ്റിംഗ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നടക്കും. ഇപ്പോൾ മെർക്കുറി നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മെർക്കുറി കോഹസീവ് നേച്ചർ കൂടുതലായതുകൊണ്ട് തന്നെ അത് സർഫസിനെ വെറ്റ് ചെയ്യത്തില്ല. Okay, in contrast, if the cohesive forces are stronger than the adhesive force, then liquid beds up and does not wet the surface of the components. അതായത് കൊഹസീവ് നേച്ചർ കൂടിക്കഴിഞ്ഞാൽ ആ ഒരു പെനട്രൻറ്റിന് സർഫസിനെ വെറ്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പം അങ്ങനെയുള്ള പെനട്രൻറ്റ് നമുക്ക് ആവശ്യമില്ല. സർഫസിന് എളുപ്പം വെറ്റ് ചെയ്യുന്ന
അഡ്ഹസീവ് നേച്ചർ കൂടുതലുള്ള പെനട്രൻ്റാണ് നമുക്ക് ആവശ്യം. ദ വെറ്റബിലിറ്റി ഓഫ് ദ പെനട്രൻ. ഇനി ഈ വെറ്റബിലിറ്റി, എത്ര പെട്ടെന്ന് സർഫസിനെ വെറ്റ് ചെയ്യും എന്നതിനേക്ക് ആശ്രയിച്ചിരിക്കും. കോണ്ടാക്റ്റ് ആംഗിൾ, കൊഹസീവ്നെസ് ആൻഡ് അഡ്ഹസീവ്നെസ്, സർഫസ് ടെൻഷൻ. അതിൽ കോണ്ടാക്റ്റ് ആംഗിൾ നിങ്ങൾ ഫ്ലൂയിഡ് മെക്കാനിക്സിൽ പഠിച്ചിട്ടുണ്ടാകും. ഇപ്പോൾ ഒരു സർഫസ് ഉണ്ട്, ആ സർഫസിൽ പെനട്രൻ്റ് ഉണ്ട് എങ്കിൽ ഇതാണ് കോണ്ടാക്റ്റ് ആംഗിൾ. അപ്പോൾ ഈ കോണ്ടാക്റ്റ് ആംഗിൾ കുറയുന്നു മീൻസ് പെനട്രൻ്റ് അത്രത്തോളം സർഫസിൽ സ്പ്രെഡ് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ സർഫസിനെ അത്രത്തോളം വെറ്റി ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ കോണ്ടാക്റ്റ് ആംഗിൾ കൂടുക മീൻസ് അതിൻ്റെ അർത്ഥം എന്താണ്? സർഫസിനെ അത് വെറ്റി ചെയ്യുന്നില്ല, മീൻസ് ആ ഒരു പെനട്രൻ്റിൻ്റെ കൊഹസീവ് നേച്ചർ എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. നമുക്ക് നോക്കാം. ദ കോണ്ടാക്റ്റ് ആംഗിൾ ഈസ് ദ ആംഗിൾ ഫോംഡ് ബൈ ദ സോളിഡ് ലിക്വിഡ് ഇൻ്റർഫേസ് ആൻഡ് ദ ലിക്വിഡ് വേപ്പർ ഇൻ്റർഫേസ് മെഷേർഡ് ഫ്രം ദ സൈഡ് ഓഫ് ദ ലിക്വിഡ്. നമ്മൾ ഈ കാണുന്ന രീതി ഇതാണ് കോണ്ടാക്റ്റ് ആംഗിൾ, സോളിഡ് ലിക്വിഡ് ഇൻ്റർഫേസ്. ഇനി ലിക്വിഡ് വെറ്റ് സർഫസ് വെൻ ദ ആംഗിൾ ഈസ് ലെസ് ദാൻ 90 ഡിഗ്രി. അപ്പോൾ കോണ്ടാക്റ്റ് ആംഗിൾ 90 ഡിഗ്രിയിൽ താഴെയാണെങ്കിൽ ആ ലിക്വിഡൊക്കെ സർഫസിനെ വെറ്റ് ചെയ്യിപ്പിക്കുന്നതാണ്. ഫോർ എ പെനട്രൻറ്റ് മെറ്റീരിയൽ ടു ബി എഫക്റ്റീവ് ദ കോണ്ടാക്റ്റ് ആംഗിൾ ഷുഡ് ബി ആസ് സ്മോൾ ആസ് പോസിബിൾ. അപ്പോൾ കോണ്ടാക്റ്റ് ആംഗിൾ ചെറുതാകും തോറും സർഫസിനെ വെറ്റ് ചെയ്യുന്ന ഒരു വെറ്റിംഗ് സ്പീഡ് കൂടുക ചെയ്യുന്നത്. നമുക്ക് LPAയിൽ വെറ്റിംഗ് സ്പീഡ് കൂടുതലുള്ള പെനട്രൻ്റാണ് ആവശ്യം. സോ ഈ കോണ്ടാക്റ്റ് ആംഗിൾ തീറ്റ എന്ന് പറയുന്നത് ആസ് മച്ച് ആസ് പോസിബിൾ ആയിരിക്കണം. ദ കോണ്ടാക്റ്റ് ആംഗിൾ ഫോർ മോസ്റ്റ് ലിക്വിഡ് പെനട്രൻ്റ് ഈസ് വെരി ക്ലോസ് ടു 0 ഡിഗ്രി. നെക്സ്റ്റ്, ദ വെറ്റിംഗ് എബിലിറ്റി ക്യാൻ ബി ഇംപ്രൂവ്ഡ് ബൈ ആഡിങ് എ വെറ്റിംഗ് ഏജൻറ്റ്. ഇപ്പോൾ വെറ്റിംഗ് ഏജൻറ്റ് ആഡ് ചെയ്തുകൊണ്ട് വെറ്റിംഗ് എബിലിറ്റി കൂട്ടാൻ സാധിക്കും, അല്ലെങ്കിൽ കോണ്ടാക്റ്റ് ആംഗിൾ കുറയ്ക്കാൻ സാധിക്കും. നെക്സ്റ്റ് ആണ് സർഫസ് ടെൻഷൻ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് സർഫസിലുണ്ടാകുന്ന ടെൻഷൻ. ദ വെറ്റിംഗ് എബിലിറ്റി ഓഫ് എ ലിക്വിഡ് പെനട്രൻറ്റ് ഈസ് എ ഫങ്ഷൻ ഓഫ് ദ സർഫസ് ടെൻഷൻ ഓർ ദ സർഫസ് എനർജി അറ്റ് ദ ഇൻ്റർഫേസ്. അതായത് ഇവിടെ സോളിഡ് ലിക്വിഡ് ഇൻ്റർഫേസ് ഉണ്ടാകുന്നു, അപ്പോൾ അവിടെ സർഫസ് ടെൻഷൻ ഉണ്ട്. അപ്പോൾ ആ സർഫസ് ടെൻഷനും ഈ വെറ്റിംഗ് എബിലിറ്റിനെ ആശ്രയിച്ചിരിക്കും. ദ സർഫസ് ടെൻഷൻ അറ്റ് ദി ഇൻ്റർഫേസ് ഈസ് എ മെഷർ ഓഫ് ദ എനർജി റിക്വയർഡ് ടു ഫോം എ യൂണിറ്റ് ഏരിയ ഓഫ് ന്യൂ സർഫസ് അറ്റ് ദി ഇൻ്റർഫേസ്. ഓൾറെഡി അറിയാം സർഫസ് ടെൻഷൻ എന്താണ്, അതിന് കാരണം എന്താണെന്നുള്ളത്. ദെൻ കൊഹസീവ് നേച്ചറും അഡ്ഹസീവ് നേച്ചറാണ്. അട്രാക്റ്റീവ് ഫോഴ്സ് ബിറ്റ്വീൻ ലൈക്ക് മോളിക്യൂൾസ്, അതാണ് കൊഹസീവ് ഫോഴ്സ്. അട്രാക്റ്റീവ് ഫോഴ്സ് ബിറ്റ്വീൻ അൺലൈക്ക് മോളിക്യൂൾസ്, അതാണ് അഡ്ഹസീവ് ഫോഴ്സ്. അപ്പോൾ പെനട്രനെ സംബന്ധിച്ച് പെനട്രൻ ഷുഡ് ബി ബോത്ത് കൊഹസീവ് ആൻഡ് അഡ്ഹസീവ് ഡ്യൂറിങ് കോണ്ടാക്ട് വിത്ത് ഡെവലപ്പർ ആൻഡ് ക്രാക്സ് ഓഫ് ദ കമ്പോണൻറ്റ്. അപ്പം അഡ്ഹസീവ് നേച്ചർ കുറച്ച് മുന്നിൽ നിൽക്കണം ആസ് കമ്പയർഡ് ടു കൊഹസീവ്. ദെൻ സ്പെസിഫിക് ഗ്രാവിറ്റി. സ്പെസിഫിക് ഗ്രാവിറ്റിക്ക് വലിയ എഫക്റ്റ് ഇല്ല. അപ്പോൾ സ്പെസിഫിക് ഗ്രാവിറ്റി എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. സ്പെസിഫിക് ഗ്രാവിറ്റി ഹാസ് നോ ഡയറക്റ്റ് എഫക്റ്റ് ഓൺ ദ പെർഫോമൻസ് ഓഫ് എ പെനട്രൻറ്റ്. ദെൻ ഫ്ലാഷ് പോയിൻ്റ്, അതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഫ്ലാഷ് പോയിൻ്റ് ഈസ് എ ടെമ്പറേച്ചർ അറ്റ് വിച്ച് സഫിഷ്യൻറ്റ് ഫ്ലെയിമബിൾ വേപ്പർ ഈസ് ഗിവൺ ഓഫ് എ ലിക്വിഡ് ടു ഫോം ആൻ എക്സ്പ്ലോസീവ് മിക്സ്ചർ. അതായത് നമുക്ക് ടെമ്പറേച്ചർ കൂടുന്തോറും ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഒരു ലിക്വിഡ് മീൻസ് ഇപ്പം ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന പെനട്രൻ്റാണെങ്കിൽ ആ പെനട്രൻ്റ് ഫ്ലാഷ് ആകാൻ മീൻസ് ഒരു ചെറിയ കത്തൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ ഫ്ലാഷ് പോയിൻ്റ് എന്ന് പറയുന്നത് വളരെ കുറവാണ് എന്നിരിക്കെ ഇപ്പോൾ ചെറിയൊരു ടെമ്പറേച്ചർ കൂടി കഴിയുമ്പോൾ അത് കത്തിപ്പോകാനുള്ള സാധ്യത ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫ്ലാഷ് പോയിൻ്റ് കുറച്ച് കൂടുതലുള്ള പെനട്രൻ്റ് ആയിരിക്കണം യൂസ് ചെയ്യുന്നത്. ദ ഫ്ലാഷ് പോയിൻ്റ് ഡസ് നോട്ട് അഫക്ട് ദ പെർഫോമൻസ് ഓഫ് പെനട്രൻറ്റ്, ബട്ട് ദ ഹൈ ഫ്ലാഷ് പോയിൻറ്റ്സ് ആർ ഡിസൈറബിൾ ടു റെഡ്യൂസ് ദ ഹസാർഡ് ഓഫ് ഫയർ. അതായത് ഫ്ലാഷ് പോയിൻറ്റും ഈ വെറ്റിംഗ് എബിലിറ്റി അല്ലെങ്കിൽ അതിൻ്റെ കാപ്പിലറി ആക്ഷൻ അതിനൊന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ബട്ട് ഫ്ലാഷ് പോയിൻ്റ് കൂടിയതാണ് എങ്കിൽ നമുക്കത് സേഫാണ്. കാരണം ഫയർ ഹസാർഡ് അല്ലെങ്കിൽ നമുക്ക് പെനട്രൻറ്റ് ടെമ്പറേച്ചർ കൂടിയൊരു അന്തരീക്ഷത്തിൽ അറ്റ്മോസ്ഫിയറിൽ പെനട്രൻറ്റ് യൂസ് ചെയ്യേണ്ട വന്നു കഴിഞ്ഞാൽ പെനട്രൻറ്റ് കത്തിപ്പോകുന്ന ഒരു എഫക്റ്റ് അതുകൊണ്ടാകാതിരിക്കാൻ ഹൈ ഫ്ലാഷ് പോയിൻ്റുള്ള പെനട്രൻറ്റ് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. വോളറ്റിലിറ്റി. ദ ടെൻഡൻസി ഓഫ് എ സബ്സ്റ്റൻസ് ടു ഇവാപ്പറേറ്റ് അറ്റ് നോർമൽ ടെമ്പറേച്ചർ ഈസ് കോൾഡ് വോളറ്റിലിറ്റി. Volatility is characterized by the boiling point of a liquid. It is desirable for penetrants to have a low volatility, that is high boiling point. ഓക്കെ, അതായത് ഹൈ ബോയിലിംഗ് പോയിൻ്റ് ഉള്ള അല്ലെങ്കിൽ പെട്ടെന്ന് വേപ്പർ സ്റ്റേജിലേക്ക് പോകാത്ത പെനട്രൻ്റാണ് നമുക്ക് ആവശ്യം. കാരണം പെനട്രൻ്റ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഉടനെ അത് വേപ്പർ സ്റ്റേജിലേക്ക് പോവുകയാണെങ്കിൽ അത് ക്രാക്കിനകത്തിരിക്കില്ല,
അതുപോലെ തന്നെ സർഫസിൽ നിന്ന് അത് പെട്ടെന്ന് വേപ്പർ സ്റ്റേറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു സാധനം LPEക്ക് സ്യൂട്ടബിൾ അല്ല. സോ അതുകൊണ്ട് തന്നെ ലോ വോളറ്റിലിറ്റി അല്ലെങ്കിൽ ഹൈ ബോയിലിംഗ് പോയിൻ്റുള്ള പെനട്രൻ്റാണ് നമുക്ക് സ്യൂട്ടബിൾ. അതുപോലെ തന്നെ വിസ്കോസിറ്റി ഓഫ് ദ പെനട്രൻ്റ് ഇൻക്രീസസ് ആസ് ദ ബോയിലിംഗ് പോയിൻറ്റ് ഇൻക്രീസസ്. അപ്പോൾ വിസ്കോസിറ്റി കൂടാനുള്ള സാധ്യതയുണ്ട്, ബട്ട് നമുക്കൊരു ഒപ്റ്റിമം വിസ്കോസിറ്റിയെ ആവശ്യമുള്ളൂ. വിസ്കോസിറ്റി വളരെ കൂടിക്കഴിഞ്ഞാൽ അത് കാപ്പിലറി ആക്ഷനെ ബാധിക്കും. ദെൻ കെമിക്കലി ഇനേർട്ട്. നമ്മൾ ഉപയോഗിക്കുന്ന പെനട്രൻ്റ് മസ്റ്റ് ബി ഇനേർട്ട് ആയിരിക്കണം. അത് നോൺ കൊറോസീവ് ആയിരിക്കരുത്. അങ്ങനെ കൊറോസീവ് നേച്ചർ കാണിച്ചാൽ അത് സ്പെസിമെനെ ബാധിക്കും. മാത്രമല്ല കെമിക്കൽ റിയാക്ഷൻസ് ഒന്നും ഉണ്ടാകാനും പാടില്ല. ദെൻ വിസ്കോസിറ്റി ഓഫ് എ ലിക്വിഡ് ഈസ് എ മെഷർ ഓഫ് ഇറ്റ്സ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ടു ഫ്ലോ. ഓക്കെ, അപ്പം ഈ വിസ്കോസിറ്റി എന്ന് പറയുന്നത് എനിക്കറിയാം ഓൾറെഡി അതിൻ്റെ ആ ഫ്ലൂയിഡിറ്റി, ആ ഒഴുകാനുള്ള ടെൻഡൻസി എത്രത്തോളം ഉണ്ട്, ആ സ്പീഡ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിവിടെ വിസ്കസ് പെനട്രൻറ്റ് വിൽ പെനട്രേറ്റ് മോർ സ്ലോലി ദാൻ എ ലെസ് വിസ്കസ് വൺ. അപ്പോൾ വളരെ വിസ്കോസിറ്റി കൂടിയൊരു പെനട്രൻ്റാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് അതിൻ്റെ ഡ്വെൽ ടൈം എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. കാരണം അതിന് കൂടുതൽ സമയം എടുക്കും ക്രായ്ക്കിനകത്തേക്കൊക്കെ ഫില്ലായി പോകാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ വിസ്കസ് ആയിട്ടുള്ളൊരു പെനട്രൻറ്റിനേക്കാളും വിസ്കോസിറ്റി കുറച്ച് കുറഞ്ഞ പെനട്രൻ്റ് ആയിരിക്കും കൂടുതലും സ്യൂട്ടബിൾ ആവുക. The penetrants with less viscosity fill the cracks in time. അതായത് വളരെ പെട്ടെന്ന് ക്രാക്കിനകം ഫില്ല് ചെയ്യും ലെസ് വിസ്കോസിറ്റി ആയിട്ടുള്ള പെനട്രൻ്റ്. അപ്പോൾ ഡ്വെൽ ടൈം എന്ന് പറയുന്നത് കുറയും. ഇനി അതോടൊപ്പം തന്നെ ഒരു സാധ്യതയുണ്ട്, ലെസ് വിസ്കസ് പെനട്രൻറ്റ് ക്യാൻ ബി മോർ ഈസിലി വാഷ്ഡ് ഔട്ട് ഓഫ് ഡിഫെക്ട്സ് ഡ്യൂറിങ് ക്ലീനിങ്. ക്ലീനിങ്ങിൻ്റെ സമയത്ത് ലെസ് വിസ്കസ് ആണെങ്കിൽ അത് പെട്ടെന്ന് റിമൂവ് ആകാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു വിസ്കോസിറ്റി ഉള്ള പെനട്രൻ്റ് ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇനി സോലുബിലിറ്റി. പെനട്രൻറ്റ് കണ്ടെയ്ൻസ് ഡൈ ഇൻ ലിക്വിഡ് സൊല്യൂഷൻ. അപ്പം ഒരു ഡൈ പെനട്രൻ്റ് ആണെങ്കിൽ ഡൈ ഉണ്ടാകും, ഒരു കാരിയർ ഫ്ലൂയിഡ് ഉണ്ടാകും. അപ്പോൾ മസ്റ്റ് ഹോൾഡ് സഫിഷ്യൻറ്റ് ഡൈ അറ്റ് ആംബിയൻ്റ് ഓഫ് ഹൈ ടെമ്പറേച്ചർ. അപ്പോൾ ടെമ്പറേച്ചർ കൂടുകയോ കുറയുമോ അല്ലെങ്കിൽ ടെമ്പറേച്ചർ വേരിയേഷൻ ഉണ്ടാകുമ്പോൾ ഈ ഡൈയും കാരിയർ ഫ്ലൂയിഡും തമ്മിലൊരു സെപ്പറേഷനോ അങ്ങനെയൊന്നും ഉണ്ടാകാതെ സ്റ്റേബിളായിട്ട് നിൽക്കുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാവണം. മസ്റ്റ് നോട്ട് കം ഔട്ട് ഫ്രം സൊല്യൂഷൻ ഇഫ് ടെമ്പറേച്ചർ ഡ്രോപ്പ്. ഇപ്പോൾ ടെമ്പറേച്ചറിൽ ഡ്രോപ്പ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഡൈയും കാരിയറും തമ്മിൽ സെപ്പറേറ്റ് ചെയ്ത് പോകുന്ന ഒരവസ്ഥ ഉണ്ടാകരുത്. അപ്പോൾ അത്തരത്തിലുള്ള പെനട്രൻ്റ് വേണം യൂസ് ചെയ്യാൻ. ദെൻ കാപ്പിലറിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമുക്കിവിടെ കാപ്പിലറി ആക്ഷനിലൂടെയാണ് നമ്മുടെ പെനട്രൻ്റ് ക്രാക്സിനകത്തേക്ക് ഫില്ലാവുക. സോ ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് എ ലിക്വിഡ് ടു ഫ്ലോ ഇൻ നാരോ സ്പേസസ് വിത്തൗട്ട് ദ അസിസ്റ്റൻസ് ഓഫ് എക്സ്റ്റേണൽ ഫോഴ്സ്. അതായത് എക്സ്റ്റേണലായിട്ട് നമ്മൾ ഇഞ്ചെക്റ്റ് ചെയ്യാതെ അല്ലെങ്കിൽ ഫോഴ്സ് ചെയ്യാതെ നാച്ചുറലി കാപ്പിലറി ആക്ഷനിലൂടെ ക്രാക്സിനകത്തേക്കൊക്കെ ഫില്ലായിരിക്കാനുള്ളൊരു ടെൻഡൻസിയാണ് കാപ്പിലറിറ്റി. അപ്പോൾ അത്തരത്തിലൊരു ടെൻഡൻസി ഉള്ള പെനട്രൻ്റാണ് കൂടുതലും നമ്മൾ സ്യൂട്ടാവുക ഏത് നമ്മുടെ LPA ടെക്നിക്കിൽ. This property help the penetrant to fill a void. So, the formation of penetrant indication during development period is based on reverse capillary action. അതുപോലെ തന്നെ ഡെവലപ്പർ അപ്ലൈ ചെയ്യുമ്പോഴും ഈ കാപ്പിലറി ആക്ഷനിലൂടെ തന്നെയാണ് പെനട്രൻ്റ് ഡെവലപ്പറിലേക്ക് എത്തിച്ചേരുക. അപ്പോൾ അതുകൊണ്ട് തന്നെ കാപ്പിലറിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഹെൽത്ത് ഹസാർഡ്, അവൈലബിലിറ്റി ആൻഡ് കോസ്റ്റ്. നമ്മൾ ഉപയോഗിക്കുന്ന പെനട്രൻ്റ് ടോക്സിക് ആകരുത്, അത് സ്കിന്നിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് പ്രശ്നങ്ങളുണ്ടാകരുത്, അലർജീസ് ഉണ്ടാകരുത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പെനട്രൻ്റ് ആയിരിക്കണം യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പെട്ടെന്ന് ഫയർ, അതായത് എവിടെയെങ്കിലും തീ പിടിക്കാനുള്ള സാധ്യത കുറവായിരിക്കണം. അതുപോലെ തന്നെ അത് ഈസിലി അവൈലബിൾ ആയിരിക്കണം, അഫോർഡബിൾ ആയിട്ടുള്ളൊരു കോസ്റ്റും ആയിരിക്കണം നമ്മൾ ഉപയോഗിക്കുന്ന പെനട്രൻ്റ്. ഇനി ഫ്ലൂറസെൻ്റ് ഡൈ തെർമൽ സ്റ്റെബിലിറ്റി. ദ ഡൈസ് യൂസ്ഡ് ഇൻ ഫ്ലൂറസെൻ്റ് ഡൈ പെനട്രൻസ്, അതായത് ഫ്ലൂറസെൻ്റ് ഡൈ പെനട്രൻറ്റിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഡൈ ലൂസ് ദെയർ ബ്രൈറ്റ്നെസ് ഓർ കളർ വെൻ സബ്ജക്റ്റ് ടു എലവേറ്റ് ടെമ്പറേച്ചർ. അതായത് ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് ഈ ഫ്ലൂറസെൻ്റ് പെനട്രൻറ്റിന് അതിൻ്റെ എബിലിറ്റി നഷ്ടപ്പെടാൻ പാടില്ല. ഓക്കെ, അത് അങ്ങനെ എബിലിറ്റി നഷ്ടപ്പെടുന്നെങ്കിൽ അതിനെയാണ് നമ്മൾ ഹീറ്റ് ഫെയ്ഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ആ തെർമലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഫ്ലൂറസെൻ്റ് പെനട്രൻ്റ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. ദിസ് തെർമൽ സ്റ്റെബിലിറ്റി ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് കൺസിഡറേഷൻ ഡ്യൂറിങ് ഹോട്ട് എയർ ഡ്രൈയിങ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഡെവലപ്പർ ആപ്ലിക്കേഷൻ. ഇപ്പം ഡെവലപ്പർ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ സ്പെസിമെൻ ഒന്ന് ഹീറ്റ് ചെയ്ത് അതിനെ ഡ്രൈ ചെയ്യും. അപ്പം അത്തരത്തിലൊരു കണ്ടീഷനിൽ നമ്മൾ ദെൻ ഡെവലപ്പർ അപ്ലൈ ചെയ്യുമ്പോൾ
അല്ലെങ്കിൽ ഫ്ലൂറസൻ മെറ്റീരിയൽ നമ്മൾ എന്ത് സംഭവിക്കുന്നു, ഫ്ലൂറസൻ മെറ്റീരിയൽ ഈ ഡ്രൈ ചെയ്യുന്ന സമയത്ത് ആ തെർമലി അത് സ്റ്റേബിൾ അല്ല എങ്കിൽ അതിന് ലൂസ് ദെയർ ബ്രൈറ്റ്നസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് തെർമലി സ്റ്റേബിൾ ആയിരിക്കണം. തെർമലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പെനട്രൻ്റ് ആയിരിക്കണം, ഫ്ലൂറസൻ പെനട്രൻ്റ് ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യേണ്ടത്. Then removability. A penetrant needs the following two conflicts. Okay. The ability to be removed from a surface leaving little or no residual background. അതായത് നമ്മൾ പെനട്രൻ്റ് അപ്ലൈ ചെയ്തു, അതിനുശേഷം അതിനെ റിമൂവ് ചെയ്യാൻ ഉള്ള മെത്തേഡ് ഈസി ആയിരിക്കണം. വളരെ കോംപ്ലക്സ് രീതിയിൽ റിമൂവ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമുക്കത് ടൈം കൺസ്യൂമിങ് ആണ്, അതുപോലെ തന്നെ നമ്മുടെ കോസ്റ്റും കൂട്ടും. സോ ഈസിലി റിമൂവബിൾ ആയിട്ടുള്ളൊരു പെനട്രൻ്റ് ആയിരിക്കണം യൂസ് ചെയ്യുന്നത്. ഇനി പെനട്രൻ്റ് കളർ ആൻഡ് ഫ്ലൂറസൻസ്. ദ കളർ ഓഫ് ദ പെനട്രൻ്റ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഇൻ എ വിസിബിൾ. അപ്പോൾ വിസിബിൾ ഇൻസ്പെക്ഷൻ ആണെങ്കിൽ നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന പെനട്രൻ്റെ കളർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ആ പെനട്രൻ്റെ കളർ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ക്രാക്ക് ഐഡൻറ്റിഫൈ ചെയ്യുക. ഇനി ഫ്ലൂറസൻ പെനട്രൻ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഫ്ലൂറസൻസ് അത് എത്രത്തോളം ബ്രൈറ്റ് ആയിട്ട് കാണുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എങ്കിൽ മാത്രമേ നമുക്കതിനെ കറക്റ്റായിട്ട് എവിടെയൊക്കെയാണ് പെനട്രൻ്റ് അക്യുമുലേറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡെവലപ്പേഴ്സ് എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡെവലപ്പേഴ്സ് എന്താണെന്നുള്ളത് ഡിസ്കസ് ചെയ്യും. താങ്ക് യു.